എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേസ്. അപ്പോൾ ഞാനും ഉണ്ട് ഉമ്മായും കൊണ്ട് ഇരുന്ന് കട്ടൻ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം പോലെ തന്നെ എൻ്റെ ആപ്പിയമ്മയുടെ സ്വാതന്ത്ര്യം ലോക്ക് ചെയ്തപ്പെട്ടു. അതായത് എൻ്റെ ഉപ്പായ ആപ്പിയമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. എത്രാമത്തേന്ന് അറിയാമോ അമ്മ? 42 43 കണ്ടാണ്. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഇപ്പോഴാണ് അറിയണത്, 7 മണിയായി. അപ്പൊ എന്തായാലും ഞാൻ വിളിച്ചൊരു ചെറിയൊരു ഗിഫ്റ്റ് വാപ്പായെടുത്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പെട്ടെന്ന് ഈ പായസവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞുമായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് കയറി പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ഒരു ചെറിയ കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാം. ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അപ്പൊ എന്തായാലും ഉമ്മ പോയി പായസം സെറ്റ് ചെയ്തോ, റെഡി ആയിരുന്നോ, നമുക്ക് പോവാം. ഓക്കെ ഗേസ്, അങ്ങനത്തെ ഉമ്മ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അച്ഛൻ എൻ്റെ കാർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ കാറിൽ പോകാന്ന് പറഞ്ഞാൽ ബൈക്കിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ ഇതൊക്കെ ഇങ്ങനെ കൊട്ടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും കാറിൽ പോവാം. എന്തായാലും സാധനം എടുത്തു പൊള്ളിയില്ല, ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ കളർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി ഒരു കേക്ക് മേടിച്ചിട്ട് വരാം. നമ്മൾ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ മാ? ഗേസ് കേക്കും കിട്ടി, അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൊണ്ട് നേരെ ഇനി അങ്ങോട്ട് പോകാം. ഗേസ് അങ്ങനെ കല്ലറയിൽ നമ്മുടെ അനിയനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഗേസ് അങ്ങനെ ഞാനും ഉമ്മയും അർഷും കൂടെ പോവുകയാണ്. ഇന്ന് തന്നെ നമുക്കൊരു ഡൗട്ടാണ് തന്നല്ലേ, ആഗസ്റ്റ് 15 ഉമ്മ തന്നെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് കണ്ണിൽ വെട്ടടിക്കുന്നതുകൊണ്ട് എനിക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല. ഇതുവരെ അവർ കേക്കൊന്നും മുറിച്ചിട്ടില്ല. അപ്പം ഉമ്മയുടെ ഒരു ആഗ്രഹമാണ് ഒരു ഉമ്മയും പാപ്പാരെ ഒരു കേക്ക് മുറിക്കണമെന്നുള്ളത്. ഉമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഉമ്മയുടെ ആഗ്രഹം അവർ ഉമ്മക്ക് വേണ്ടി സാധിച്ചു കൊടുക്കാം. ഇരുട്ടാണ് കേസ്. അപ്പം എന്തായാലും പോയിട്ട് നമുക്കിട്ട് കറക്കാം. ആദ്യം ആളുണ്ടോ? ആളുണ്ടെങ്കിൽ തുറക്ക്. ഹർഷവാ കിളവുണ്ടോ? എന്തൊരു ദിവസങ്ങളായി. ഇന്നെന്തൊരു ദിവസം? ഇന്നെന്തൊരു ദിവസമാണ്? വിവാഹ വാർഷികം. അയ്യേ, ഇന്ന് സ്വാതന്ത്ര്യ ദിനം. ഇന്ന് സ്വാതന്ത്ര്യ ദിനം. അതുകൊണ്ടല്ല, അതേ ഉള്ളു സ്വാതന്ത്ര്യ ദിനം. ഇത് വിവാഹ വാർഷികോ? എന്തൊരു വാർഷികം അറിയോ? ഇങ്ങോട്ട് ഞാൻ അങ്ങനെ വരാനുള്ളതല്ല, വീട്ടിലോട്ട് വന്നില്ല. വീട് പണി കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എന്തിനാണ് ശരി ഞാൻ ഇന്നിവിടെ വഴക്കായ ക്യാമറ ഫുള്ള് കവർ ചെയ്തെടുക്കും. ചോദിക്കടാ ഹർഷ, ചോദിക്കടാ. എത്ര ദിവസം പണിയുണ്ട്? അതിനുശേഷം എത്ര ദിവസം ഉണ്ടായിരുന്നു? എത്ര ദിവസം പണിക്ക് പോയി? അതിനുശേഷം എത്ര ദിവസം പണിക്കും? എല്ലാ ദിവസം പണിക്ക് പോയാ? കള്ളം പറയരുത്. എല്ലാ ദിവസം പണിക്ക് പോയാ? പണി ഉണ്ടായിരുന്നു, എല്ലാ ദിവസം പോയാ? കള്ളം പറയല്ലേ? എല്ലാ ദിവസവും പോയില്ല, കള്ളം. എല്ലാ ദിവസവും പോയാ? കള്ളം തന്നെ. അങ്ങനെ അവര് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങനെ നിക്കുന്ന ഇതെന്തരി കേക്ക് മുറിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആദ്യമായിട്ട് ഏതാ? അങ്ങനെ ഇവിടെ ആദ്യത്തെ കേക്ക് മുറിയാണ് നമ്മൾ ഈ ഒരു സുദിനത്തിൽ ആസ്വദിക്കുന്നത്. കേക്ക് മുറിക്കാൻ അറിയോ? എന്റെ അല്ല, നിങ്ങൾ രണ്ടുപേരും കഴിച്ച് നിങ്ങൾക്ക് മക്കളുണ്ടായി. മക്കളുടെ മോനാണ് ഞാൻ. രണ്ടുപേരും പിടിക്ക് കെട്ടി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇങ്ങനെ എടുക്കുന്നു. ഇത്ര കേക്ക് കെട്ടിയത്. പിടി കേക്ക് ഒരാൾ കേക്ക് കേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കി, വായിലോട്ട് വെച്ച് കൊടുക്കി. നാണം അതെടുക്കി, അങ്ങോട്ട് വെച്ച് കൊടുക്കി. ഇത് കൊണ്ട് മക്കൾക്ക് കൊടുക്കി. ഹാപ്പി അല്ലേ? എന്താണ് പറയാനുള്ളത്? സന്തോഷമായോ? പഠിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമല്ലേ? അതാണ്
നടന്നില്ലേ? ഏതാണ് പൊട്ടിച്ചു നോക്കി എനിക്ക് അറിയുന്നത്. എന്റെ ചോദിക്കണം ചായ പിടിക്കാൻ ഗ്ലാസ് ആയില്ലേ? പൊട്ടിച്ചു നോക്കി ഗ്ലാസ് എന്താ ആര് ഇതിന് ചായ പിടിക്കണം. ഈസപ്പോ ഉമ്മ ഉണ്ടാക്കിയ പായസം കുടിച്ച് കൊള്ളാല്ലേ? കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അപ്പൊ കൊള്ളാല്ലേ? ഈസ കിടിലം പായസം, അതുകൊണ്ട് ഞാൻ ചായ കുടിക്കുന്നു. അതെ, ശരിക്കും നല്ല പായസം. ഇത് എല്ലാവരും കുടിച്ച്. ഗസ്, എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ദിവസം വരുന്ന കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട ഈ ഒരു കുഞ്ഞു വീഡിയോ. അതായത് എൻ്റെ ഉപ്പ പറയാതെ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് മുറിക്കുന്നത്. എൻ്റെ ഉമ്മായും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോയതാണ്. വൈകിട്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്, കറക്റ്റ് ആ സമയത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഉപ്പ പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വായിച്ചെടുത്ത്, പിന്നെ ഞാൻ കുറേ നേരം സംസാരിച്ചായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. നമ്മുടെ പാരൻസ്, അതുപോലെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, നമ്മൾ പണ്ടൊക്കെ അവർ ഒരുപാട് നമ്മളെയൊക്കെ, നമുക്ക് വേണ്ട 10 രൂപ 5 രൂപയൊക്കെ നമ്മളെ വീട്ടുകാർ തന്നില്ലെങ്കിൽ നമുക്ക് തരുന്നത് നമ്മുടെ അമ്മാമ്മമാരോ അച്ചാച്ചന്മാരോ അല്ലെങ്കിൽ ഇതുപോലെ അമ്മൂമ്മമാരോ, അങ്ങനെയൊക്കെ അവരെയൊക്കെ ആയിരിക്കും. ആ ഒരു സ്നേഹം നമ്മളും തിരിച്ച് കാണിക്കുക, പറ്റുന്ന പോലെയൊക്കെ കാണിക്കുക. ഗീസ്, അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷവാനാണ് ഗീസ് ഈ ഒരു നിമിഷത്തിൽ. ഗീസ് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ഗീസ്. ലവ് യു ഓൾ. ടാറ്റാ.